വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ പ്രോൺസ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ മുന്തിരി വറുത്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ശേഷം നമുക്ക് 10 മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന വരെ നന്നായി മൂപ്പിക്കണം കേട്ടോ. നിറം മാറി വരുന്ന ഈ ഒരു സ്റ്റേജിൽ നമ്മളത് എടുക്കണം. അതല്ലെങ്കിൽ ഇതിരുന്നൊരു മൂക്കലുണ്ട്, അത് നമ്മൾ മനസ്സിൽ കാണണം. എന്നിട്ട് കുറച്ച് എണ്ണ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു 5 തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ഉണ്ട വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 പച്ചമുളകും കൂടിയിട്ട് മിക്സിയിൽ അരച്ച് വെച്ചതാണ്, അതും കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നന്നായി മൂപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച സവോള ഉണ്ടല്ലോ, അതിന്ന് ഒരു പെട്ടി എടുത്തിട്ട് ഈ പ്രോൺസിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇനി ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ തുറന്ന് നോക്കുക. അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് കൂടി തിളയ്ക്കുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. ഇനി റൈസ് വേവിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 ബേ ലീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നെയ്യിലും ഒപ്പിച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പിന് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നന്നായി തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ട് കൊടുക്കുക. കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ്, അതിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒരു 3/4 വേവാവണോട് കൂടിയിട്ട് നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് അതിന്ന് റൈസ് മാറ്റുക. എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ദോശക്കല്ല് വെച്ചു. എന്നിട്ട് അടുപ്പ് കത്തിച്ച് ദോശക്കല്ല് വെച്ചതിന് ശേഷം ദമ്മിടാനായിട്ട് ഈ പാൻ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിനുശേഷം പ്രോൺസ് കറി ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫ് പോർഷൻ ആദ്യം നിരത്തി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ വറുത്ത് വെച്ചിരിക്കണ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള ഇതെല്ലാം ഇട്ടതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല തൂവി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ റൈസ് ഇടുക. സവോള വറുത്ത് വെച്ചത്, അണ്ടിപ്പരിപ്പും മുന്തിരി, മല്ലിയില എല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പാൻ്റെ ലിഡ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ദമ്മിലിരിക്കട്ടെ. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് തുറന്ന് നോക്കാൻ. അപ്പോൾ കറക്റ്റ് പാകമായി നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.